എല്ലാ സുഹൃത്തുക്കൾക്കും ടോക്ക് ടൈം അക്കാദമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളായി നമ്മൾ പ്രീമിയർ പ്രോയുടെ ബേസിക്സ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് പ്രീമിയർ പ്രോയിൽ എങ്ങനെയാണ് ഒരു ലോഗോ ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. നിങ്ങളിപ്പോൾ കണ്ട ഈ ലോഗോ ഇൻട്രോ ആണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ലോഗോ ഇൻട്രോ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ഫയലും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് ഈ ലോഗോ ഇൻട്രോ ഉണ്ടാക്കുന്നതെന്ന് ചെയ്തു പഠിക്കാവുന്നതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ഫയലുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ലോഗോ ഇൻട്രോ ഉണ്ടാക്കിയെടുക്കുന്നതിനായി നമ്മൾ ആദ്യം ആ ലോഗോ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ ലോഗോ ഫോട്ടോഷോപ്പിൽ ഓരോ ലെയറായിട്ട് ഡിസൈൻ ചെയ്ത് കാണാൻ സാധിക്കും. ഇവിടെ ബ്ലേഡുകളെല്ലാം വേറെ വേറെ ലെയറുകളാണ്. ബ്ലേഡ് 1, ബ്ലേഡ് 2 എന്ന് പറഞ്ഞുകൊണ്ട് ലോഗോയിലെ ഓരോ പാളികളെ നമ്മൾ ഓരോ ലെയറുകളാക്കിയിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ലെയറിനുമാണ് ഇനി പ്രീമിയർ പ്രോയിൽ ആനിമേഷൻ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഫോട്ടോഷോപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലോഗോയെ ലെയറായിട്ട് ഡിസൈൻ ചെയ്യണം. ഇനി നമ്മൾ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്ത ആ ഒരു വർക്ക് ഫയൽ നമ്മളിവിടെ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ആ ഫോട്ടോഷോപ്പ് ഫയൽ ഇവിടെ ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷനാണ് ഇവിടെ കാണുക. ഇവിടെ സീക്വൻസ് സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓക്കെ കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് ഓരോ ലെയറും നമുക്കിവിടെ അവൈലബിൾ ആവും. നമ്മൾ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്ത ഓരോ ലെയറുകളും ഇവിടെ ഓരോ സ്ലൈഡായിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കൊരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസൈനിങ് ആരംഭിക്കാം. കൺട്രോൾ ലൈൻ അടിച്ചുകൊണ്ട് നമ്മളിവിടെ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സാധാരണത്തെ പോലെ HD പ്രീസെറ്റാണ് ഞാൻ ഇവിടെയും ഉപയോഗിക്കുന്നത്. ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ലോഗോ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഗോ ഇൻട്രോ മേക്കിംഗ് എന്ന ഈ ഫയൽ കാണാൻ സാധിക്കും. ഇത് നേരെ നമ്മൾ ടൈം ലൈനിലേക്ക് വലിച്ചിടുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഈ ലോഗോ ടൈം ലൈനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സൈസിൽ എന്ത് ചെയ്യാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ലോഗോയുടെ സൈസ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സെൻറ്ററിൽ നമുക്ക് അത്യാവശ്യത്തിന് വലുപ്പത്തിൽ ഇവിടെ സജ്ജമായിട്ടുണ്ട്. ലോഗോ ഓൾറെഡി ഡാർക്കാണ്, അതുകൊണ്ട് നമുക്ക് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഈ ലോഗോക്ക് അനുയോജ്യമല്ല. അതുകൊണ്ട് നമുക്കൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഈ ലോഗോക്ക് കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ ന്യൂ ഐറ്റമിൽ വന്നു കഴിഞ്ഞാൽ കളർ മാറ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ കളർ മാറ്റിൽ നമ്മൾ ഓക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു കളർ പാലറ്റ് ലഭിക്കും. ഈ കളർ പാലറ്റ് നമ്മൾ നേരെ ടൈം ലൈനിലേക്ക് വലിച്ചിട്ടാൽ ആ കളർ പാലറ്റ് ടൈം ലൈനിലേക്ക് എത്തും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ലോഗോൻ്റെ മുകളിലാണ് കളർ മാറ്റ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ലോഗോ ഇൻട്രോ മുകളിലേക്ക് ഇട്ടിട്ട് കളർ മാറ്റ് താഴേക്ക് ഇടണം. ഓക്കെ, ഇപ്പോൾ ഈ ലോഗോയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ലോഗോ ഇൻട്രോ മേക്കിംഗ് എന്ന ഈ നമ്മുടെ വർക്ക് ഫയലിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയലാണ്. അതിനുവേണ്ടി നമ്മൾ കീബോർഡിൽ ഓൾട്ട് കീ അമർത്തിക്കൊണ്ട് മുകളിലത്തെ ട്രാക്കിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ നമുക്കിവിടെ ലഭിക്കും. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ലോഗോക്ക് ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ എഫക്റ്റ് ബാറിൽ വന്നുകൊണ്ട് വെർട്ടിക്കൽ ഫ്ലിപ്പ് എന്നൊരു എഫക്റ്റ് നമ്മുടെ ഈ ലോഗോ ഇൻട്രോ മേക്കിംഗ് എന്ന ഈ ഫയലിന് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇത് നേരെ ഈ ലോഗോ തല കുത്തനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി താഴേക്ക് എടുക്കാം ലോഗോ. ഓക്കെ, ഇപ്പോൾ ഈ ലോഗോ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷാഡോ ആകുമ്പോൾ അങ്ങനെ വ്യക്തമായിട്ട് നിൽക്കില്ല, മെല്ലെ ഇങ്ങനെ ഒരു ഫെയ്ഡായിട്ടാണ് നിൽക്കുക. അപ്പോൾ നമുക്കൊരു ഫെയ്ഡ് എഫക്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എഫക്റ്റാണ് ലിനിയർ വൈപ്പ്. അപ്പോൾ ലിനിയർ വൈപ്പ് എന്ന ഈ എഫക്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ലിനിയർ വൈപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിനിയർ വൈപ്പിൻ്റെ പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. ലിനിയർ വൈപ്പ് എഫക്റ്റ് നമുക്ക് ഈ ലെയറിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ഫെദറിൽ അല്പം അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണം. അപ്പോൾ ഫെദർ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇങ്ങനെ മെല്ലെ വൈപ്പ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഫെദർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ ട്രാൻസിഷൻ കംപ്ലീഷനിൽ നമുക്ക് അല്പം മാറ്റം വരുത്താം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ആംഗിളിൽ നമ്മൾ അല്പം മാറ്റം വരുത്തുകയാണ്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഷാഡോ എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഷാഡോ എഫക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്.
നിങ്ങൾ കാണുന്ന പോലെ ഈ ലോഗോൻ്റെ ഒരു ഷാഡോ ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ലോഗോ ഇൻട്രോ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ ഫയൽ ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ ഫയലിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ടുള്ള ഓരോ ലെയറുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഓരോ ലെയറിനും ആനിമേഷൻ കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ബ്ലേഡ് 1 എന്ന ഈ ലെയർ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിന് സ്കെയിലിംഗ് പ്രോപ്പർട്ടീസിലും അതുപോലെ തന്നെ റൊട്ടേഷനുമാണ് ഞാൻ കീ ഫ്രെയിം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് ഇവിടെ സ്കെയിലിംഗ് പ്രോപ്പർട്ടീസ് 0 കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് മുന്നോട്ട് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുത്തുകയാണ്. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റൊട്ടേഷനിലും കീ ഫ്രെയിം കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ റൊട്ടേഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ടഗിൾ ആനിമേഷൻ അഥവാ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനായി. എന്നിട്ട് നമ്മളിവിടെ നെഗറ്റീവ് വാല്യൂ ആണ് കൊടുക്കുന്നത്. നെഗറ്റീവ് വാല്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റേ കീ ഫ്രെയിമിൻ്റെ അതേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള വാല്യൂവിലേക്ക് അതിനെ കൺവേർട്ട് ആക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മളൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ കറങ്ങി വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഒരു സാധനം പെട്ടെന്ന് ചലിക്കുന്ന സമയത്ത് ഒരിക്കലും വ്യക്തമായിട്ട് വരികയില്ല, ഒന്ന് ബ്ലറായിട്ടാണ് വരിക. അപ്പം നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഈ മോഷനിൽ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം ചലിക്കുന്ന സമയത്ത് അത്തരമൊരു ബ്ലർ എഫക്റ്റ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതേ ഒരു എഫക്റ്റ് വരുന്ന മറ്റൊരു എഫക്റ്റ് നമുക്കിവിടെ എഫക്റ്റ് പാനൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പേരാണ് ട്രാൻസ്ഫോം. അപ്പോൾ ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന് ആനിമേഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ കീ ഫ്രെയിമൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് നമ്മളിവിടെ എഫക്റ്റ് ബാറിൽ വന്നുകൊണ്ട് ട്രാൻസ്ഫോം എന്ന എഫക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, നമുക്കിവിടെ ഡിസ്റ്റോർട്ടിന് കീഴിൽ ട്രാൻസ്ഫോം ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോം എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ എഫക്റ്റിൻ്റെ മുകളിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫോമിലാണ് ഇനി എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ഷട്ടർ ആംഗിളിൽ അല്പം മാറ്റങ്ങൾ വരുത്താം. ഒരു 180 ഷട്ടർ ആംഗിൾ കൊടുത്താൽ നമുക്ക് ആ ഒരു സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു ബ്ലർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ സ്കെയിലിംഗ് പ്രോപ്പർട്ടീസിന് ആനിമേഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കെയിലിംഗ് പ്രോപ്പർട്ടീസിന് കീ ഫ്രെയിം ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സ്കെയിലിംഗ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, നെഗറ്റീവ് സ്കെയിലിംഗ് കൊടുത്തു. എന്നിട്ട് കുറച്ച് മുമ്പോട്ട് പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ യഥാർത്ഥ പൊസിഷനിലേക്ക് അതിനെ വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്കെയിലിംഗ് ആനിമേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ റൊട്ടേഷൻ ആനിമേഷനും കൂടി കൊടുക്കാം. അപ്പോൾ റൊട്ടേഷൻ ആനിമേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് വാല്യൂ തന്നെയാണ് ആദ്യം കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എത്തുമ്പോൾ അതിനെ നേരെ നമ്മൾ കൃത്യം പൊസിഷനിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്ത് എത്തിപ്പിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു എഫക്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോം കൊണ്ടുള്ള ഉപകാരം. ഇപ്പോൾ നമുക്ക് വേണ്ട എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു ലെയറിന് മാത്രമാണ് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതേ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ കാണുന്ന എല്ലാ ലെയറിലേക്കും എത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഈ എഫക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് Ctrl+C അമർത്തി കഴിഞ്ഞാൽ ഈ എഫക്റ്റ് ഇവിടെ നിന്നും പേസ്റ്റായി. എന്നിട്ട് നമ്മുടെ പ്രീമിയർ പ്രോയിലുള്ള ബാക്കിയുള്ള ലെയറുകൾ എന്ത് ചെയ്യുക, ഇനി എഫക്റ്റ് കൊടുക്കാനുള്ള ലെയറുകൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് Ctrl+V അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ട്രാൻസ്ഫോർമേഷൻ എഫക്റ്റ് എല്ലാ ലെയറിലേക്കും എത്തും. ഇപ്പോൾ നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ട്രാൻസ്ഫോർമേഷൻ എഫക്റ്റ് എല്ലാ ലെയറിലും എത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ എഫക്റ്റ്, ഇവിടെ ഇപ്പോൾ ക്യാമറ എഫക്റ്റ് ആദ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ക്യാമറ എന്ത് ചെയ്യണം, നമുക്ക് കുറച്ചും കൂടി പിന്നിലോട്ടാക്കി വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ക്യാമറ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോകം മുഴുവനായിട്ട് വരുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ലോകം മുഴുവനായിട്ട് വരുന്ന ഭാഗത്ത് എന്ത് ചെയ്താൽ മതി, ക്യാമറ എത്തിയാൽ മതി. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ക്രോപ്പ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്യാമറയ്ക്ക് ഒരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ ക്യാമറ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്ന ഒരു ആനിമേഷനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പൊസിഷനിൽ കീ ഫ്രെയിം കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഈ ക്യാമറേനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വെക്കുകയാണ്. ഓക്കെ, ആ ഒരു ലോഗോൻ്റെ മൂലക്കലേക്ക്. എന്നിട്ട് നമ്മൾ ലോഗോ ഫുള്ളായി കഴിയുമ്പോൾ ഈ ക്യാമറ ഐക്കൺ നടുവിലേക്ക് എത്തുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എഫക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ
നമ്മുടെ ലോഗോ ഇൻട്രോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ ലോഗോ ഇൻട്രോ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സീക്വൻസിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ തന്നെ നമ്മുടെ ലോഗോയെ അവിടെ കാണാവുന്നതാണ്. നമ്മുടെ ലോഗോ ഇൻട്രോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ കൊടുത്ത എല്ലാ എഫക്റ്റും നമ്മുടെ ഷാഡോക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഓൾട്ട് കീ അമർത്തിക്കൊണ്ടാണ് നമ്മൾ മുകളിലത്തെ ലെയറിലേക്ക് ഇട്ടുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലെയറിൽ, ഈ ലെയർ ആവട്ടെ, നമ്മൾ ഏത് ലെയറിലായാലും അതിൽ വരുന്ന എല്ലാ എഡിറ്റിങ്ങുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലെയറിലേക്കും ബാധകമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഷാഡോക്ക് എന്തുണ്ട്, ഇവിടെ ആനിമേഷൻ വരുന്നുണ്ട്. ഒരേ സമയം ഷാഡോക്കും ആനിമേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതുകൊണ്ടുള്ള ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താലുള്ള ഉപകാരം, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്താലുള്ള ഉപകാരം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചുറ്റും ഒരു ഫെയ്ഡ് എഫക്റ്റ് കൂടി കൊടുക്കാനുണ്ട്. അപ്പോഴാണ് ഇതൊന്ന് ഭംഗിയായിട്ട് വരുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കളറിൽ പോയിക്കൊണ്ട് വിഗ്നേറ്റ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ വിൻഡോയിൽ പോയിക്കൊണ്ട് ലൂമെട്രി കളർ പാനൽ സെലക്ട് ചെയ്യുകയാണ്. ലൂമെട്രി കളർ പാനൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ വിഗ്നേറ്റ് എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കളർ മാറ്റിനാണ്. അപ്പോൾ കളർ മാറ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ വിഗ്നേറ്റ് എഫക്റ്റിൻ്റെ എമൗണ്ട് അല്പം ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഒരു ഭംഗിയായില്ലേ നമ്മുടെ ലോഗോ ഇൻട്രോ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ബ്ലാക്കിഷ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മനോഹരമായ ലോഗോ ഉണ്ടാക്കിയെടുക്കാം. ഇനി കുറച്ച് പഴയ വേർഷനിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൂമെട്രി കളർ പാനൽ ലഭ്യമാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സിമ്പിളായിട്ടൊരു മാർഗ്ഗമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, എഫക്റ്റ് ബാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും സർക്കിൾ എന്നൊരു എഫക്റ്റ് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സർക്കിൾ എടുത്ത് നമ്മുടെ കളർ മാറ്റിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഈ സർക്കിളിൻ്റെ റേഡിയസ് നമ്മൾ അല്പം ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. സർക്കിളിൻ്റെ റേഡിയസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുള്ളാക്കണ്ട, ഒരു പകുതി എത്തുന്ന രൂപത്തിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫെദറിൽ എന്ത് ചെയ്യുക, അല്പം മാറ്റം വരുത്തുക. ഓക്കെ, ഫെദറിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ലൂമെട്രി കളർ പാനൽ നമ്മൾ വിഗ്നേറ്റ് എഫക്റ്റ് ഉണ്ടാക്കിയ പോലത്തെ എഫക്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ പഴയ പ്രീമിയർ പ്രോയിൽ CS6 ആയാലും ഒക്കെ അങ്ങനത്തെ പഴയ വേർഷനുകളിൽ നമുക്ക് ഇങ്ങനെ ലോഗോ ഇൻട്രോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം എന്തെന്നാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ലോഗോ ഇൻട്രോയിലെ എല്ലാ ബ്ലേഡും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരേ സമയത്താണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ബ്ലേഡ് ടൈമിങ്ങിൽ അല്പം മാറ്റം വരുത്തണം. അപ്പം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓരോ ബ്ലേഡും സെലക്ട് ചെയ്തിട്ട് ഒന്നാമത്തെ ബ്ലേഡ് അങ്ങനെ തന്നെ നിന്നോട്ടെ, 2 മുതൽ 6 വരെയുള്ള മറ്റു ബ്ലേഡുകൾ അതെന്ത് ചെയ്യുക, നമ്മൾ ഓരോന്നായി സെലക്ട് ചെയ്തുകൊണ്ട് കീബോർഡിലെ ഓൾട്ട് കീ അമർത്തിക്കൊണ്ട് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടൈമിൽ അല്പം ചേഞ്ച് വരുത്താൻ സാധിക്കും. അങ്ങനെ എന്ത് ചെയ്യുക, 2-ന് 2 വട്ടം ആരോ കൊടുക്കുക, 3-ന് 3 വട്ടം ആരോ കൊടുക്കുക, 4-ന് 4 വട്ടം ആരോ കൊടുക്കുക, 5-ന് 5 വട്ടം ആരോ കൊടുക്കുക, 6-ന് 6 വട്ടം ആരോ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാത്തിൻ്റെ ടൈമിങ്ങിൽ അല്പം വ്യത്യാസം വരും. അപ്പോഴെന്താവുള്ളൂ, എല്ലാതും പല സമയങ്ങളിലായിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് വരുള്ളൂ. അപ്പോഴാണ് ആ ലോഗോ ഇൻട്രോ മനോഹരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുള്ളൂ. ലോഗോ ഇൻട്രോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സമയത്ത് ഞാനത് ചെയ്തിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ള ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഞാനത് പറയാൻ വിട്ടുപോയി, ചെയ്യാനും മറന്നുപോയി. അപ്പം അതുകൊണ്ട് അത് മറക്കരുത്, അത് തീർച്ചയായും ചെയ്യണം. കൂടാതെ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയോ ടെലഗ്രാം ഗ്രൂപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ മൈ ടോക്ക് ടൈം എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ID-യിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. തീർച്ചയായും പ്രീമിയർ പ്രോയെ കുറിച്ചുള്ള വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള മറ്റു ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം.